അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരന്മാരെ സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിൻ്റെ മഹത്വ ഞങ്ങൾ മനസ്സിലാക്കിയ അതൊരു വലിയ വൈഡായിട്ടുള്ള എനിക്കൊരു ടോപ്പിക്കായിട്ടിക്കറ്. ഞങ്ങളത് ഒരു 10 മിനിറ്റിലേക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞങ്ങൾക്ക് അത്യാവശ്യമായ എനിക്കത്തെ ഇതിൽ ഉൾക്കൊള്ളിക്കുക ആവുറക്കത്തെ വിഷയ ആയിട്ടിക്കറ് അവിടെ ചൊന്നത്. അപ്പോൾ ഞാൻ ചൊന്നിന്ന ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലറെ ഒരു ചെറിയ കൃതി അറബിയിലുള്ള എനിക്കത്തെ ഒരു കൃതി, അത് ഇംഗ്ലീഷുകളിലും ട്രാൻസ്ലേറ്റ് ആക്കപ്പെട്ട എനിക്കത്തെ ഒരു കൃതിയായിട്ടിക്കറ്. അപ്പോൾ അതിനെ ബേസാക്കിയിട്ട് ഞങ്ങൾ ഒരു 10 ക്ലാസ് ഇൻഷാ അള്ളാഹ് ഞങ്ങൾ ഇവിടെ ചർച്ചയാക്കുക ഉദ്ദേശിക്കണം. അപ്പോൾ അതിൽ ഷെയ്ഖ് ഒന്നാമതായിട്ട് ചൊല്ലിക്കത്തൽ ഖാഇദത്തുൽ ഊല, ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്തിരെ ഞങ്ങൾ ഹൃദയത്തെ സംരക്ഷിക്കുക ഫസ്റ്റ് ഞങ്ങൾ ആക്കുണായത് എന്തിരെ, അതിൽ ഒന്നാമതായിട്ട് ഷെയ്ഖ് ചൊല്ലത് അത്തൗഹീദു അസ്ലു, ഒന്നാമത്തെ വിഷയ അത്തൗഹീദായിട്ടിക്കർ, തൗഹീദായിട്ടിക്കർ അസുൽ, അതായിട്ടിക്കർ അസുൽ. എന്തൊരു അസുൽ? നിങ്ങളെ ഹൃദയത്തെ സംരക്ഷിക്കരങ്കത്തെ അടിസ്ഥാനപരമായ എനിക്കത്തെ വിഷയം എന്തിനായിട്ടിക്കർ, അത് തൗഹീദായിട്ടിക്കർ. അപ്പം തൗഹീദ് ചൊന്നെങ്കിൽ തൗഹീദ് നമുക്ക് എല്ലാവർക്കും ഓന്തുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹനായിട്ട് അള്ളാഹു അല്ലാണ്ട് വേറെ ഒരാൾ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എത്രമാ ജാഗിൽ ഈ വിഷയം നമുക്ക് പഠിപ്പാട്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, ജിന്നു വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്തുകല്ലാണ്ട് ഇല്ലാ ലിയഅ്ബുദൂൻ, നൻ്റെ മാത്ര ആരാധിക്കുക വേണ്ടിയിട്ടല്ലാണ്ട് ആ മനുഷ്യരമാ ജിന്നുവർഗത്തെമാ നാൻ സൃഷ്ടിച്ചിട്ടില്ല. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, ഓരോ ഉമ്മത്തിലും അള്ളാഹു റസൂലുമാരെ കടത്തിരെ എന്തുക്ക് അൻ ഇഅ്ബുദുല്ലാ, അങ്ങ് ചൊന്ന പലക്കെന്തരെ നിങ്ങൾ അള്ളാഹുരെ ആരാധിക്കൊരു, വജ്തനിബുത് താഗൂത്ത്, താഗൂത്തരെ നിങ്ങൾ വെടിയൊരു, അള്ളാഹു അല്ലാട്ട് ആരാധിക്കപ്പെട്ട എന്തെല്ലാം ഉണ്ടാ അതിനെ നിങ്ങൾ അവോയ്ഡ് ആക്കുക, അതിനെ നിങ്ങൾ വിടറും. അതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കത്തെ റസൂലുമാരെ ദഅവത്ത്, റസൂലുമാരെ ഫസ്റ്റ് ക്ഷണിച്ചത്, അങ്ങ് ക്ഷണിച്ചെനിക്കത്തെ ഒന്നാമത്തെ വിഷയം. അപ്പം ഞാനിപ്പോൾ ഓതിയ 2 ആയത്തും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓതിയ സൂറത്തു ശുഅറാ ആയത്തും, ഇത് 2ഉം വെച്ചിട്ട് നിങ്ങൾ ഒന്ന് നോക്കുക. അവിടെ അള്ളാഹു ചൊന്നെന്തരെ പരലോകത്ത് ബണ്ട് ആൾമാരെ കൂട്ടത്തിൽ വിജയിக்கிறങ്ങാറ് ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, അള്ളാഹുരെ ഖൽബുൻ സലീമോട് കൂടിയിട്ട് അള്ളാഹുരെ കണ്ടുമുട്ടിയ ആൾമാർ, അങ്ങായിട്ടിക്കറ വിജയിക്കുന്ന ആൾമാർ. ഊടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിട്ട് നിങ്ങളെ സൃഷ്ടിച്ചിരമേ എന്തെങ്കിൽ അള്ളാഹുരെ മാത്രം ആരാധിക്കുക, അതല്ലെങ്കിൽ എല്ലാ റസൂലുമാർ അള്ളാഹു കടുത്തിരെന്തെങ്കിൽ അള്ളാഹുരെ മാത്രം ആരാധിക്കണുണ്ട് ചൊല്ലുക. അപ്പം ഇത് 2ഉം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്തൊരു മനസ്സിലാവും, ഖൽബുൻ സലീം ഒരാൾക്ക് ഉണ്ടാവണുണ്ടായെങ്കിൽ അതിരെ അടിസ്ഥാന എന്തിരെ തൗഹീദ് ചൊല്ലതായിട്ടിക്കറ്. കാരണം ഈ ഖൽബുൻ സലീം ഞങ്ങൾക്ക് ഉണ്ടാക്കുകയായിട്ടിക്കർ അള്ളാഹു റസൂലുമാരെ കടുത്തിരെ, ആ റസൂലുമാർ ഖൽബുൻ സലീം ഒരാൾക്ക് ഉണ്ടാക്കുക ബന്ധക്കത്തെ റസൂലുമാർ ഫസ്റ്റ് പഠിപ്പാട്ടിയിലെന്തരെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഖൽബുൻ സലീം ഉണ്ടാക്കിയെടുക്കുകയായിട്ടിക്കർ അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചരെ. അപ്പോൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചരെ എന്തുകൊണ്ട് അള്ളാഹു ചൊല്ലുടെ അവിടെ അള്ളാഹു ചൊന്നെന്തരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഖൽബുൻ സലീമിന്റെ അടിസ്ഥാനം എന്തരെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, തൗഹീദ് ഇല്ലാണ്ട് ഒരാൾ എത്ര നല്ല മനുഷ്യ ആയെങ്കിൽ പോലും മനുഷ്യന്മാർ ആൾമാർ ചൊല്ലാറ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ, അയാൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ അയാളുടെ എല്ലാ അടിസ്ഥാനവും ഇല്ലാണ്ടായിട്ട് അയാൾ ആക്കി എന്തെല്ലാം നല്ല സ്വറുണ്ടു അതെല്ലാം അള്ളാഹുരെ മുട്ട എന്തില്ല, അതൊക്കെ ശ്രേഷ്ഠത ഇല്ല, മഹത്വ ഇല്ല ചൊല്ലതായിട്ട് ഇതിൽ നിന്നിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കുക സാധ്യവരെ. അപ്പോൾ തൗഹീദ് ഏറ്റവും പ്രധാനമായിട്ടിക്കറ്.
ഇവിടെ നോക്കൂ നിങ്ങൾ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ യമനുക്ക് കടത്തർ എന്തുക്ക് കടത്തരെ ഈ ഖൽബുൻ സലീം ഔഡ ആൽമാരുടെ ഖൽബുൻ സലീമാക്കുക അല്ലാഹു യമനുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനുക്ക് കടത്തർ. കാരണം നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഖൽബുൻ സലീമുമായിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടണം. അതുകൊണ്ടിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കടത്തർ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ പലക ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ് നിങ്ങൾ പോണ്ടത് അഹ്ലു കിതാബിൽപ്പെട്ട ആൾമാരെ മുട്ടായിട്ടിക്കരുത്. അപ്പൊ അങ്ങോട്ട് പോയെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആക്കൊണ്ട് ഫല്യകുൻ അവ്വല മാ തദ്ഉ ഫസ്റ്റ് നിങ്ങൾ അങ്ങനെ ക്ഷണിക്കണായത് എന്തരേക്കായിട്ടിക്കരുത് ഇലാ അയ്യുവഹിദുല്ലാഹ തആല അല്ലാഹുരെ തൗഹീദാക്കും അല്ലാഹുരെ മാത്രം അങ്ങ് അല്ലാഹുരെ ഏകനാക്കും അല്ലാഹുരെ മാത്രം അങ്ങ് വിളിച്ചിട്ട് ആരാധിക്കും. അതായിട്ടിക്കരു ഫസ്റ്റ് നിങ്ങൾ ക്ഷണിക്കണായത്. സുബ്ഹാനല്ലാഹ്, എത്ര ശ്രേഷ്ഠമായ എനിക്കത്തെ അല്ലെങ്കിൽ എത്ര മഹത്വമുള്ളത്തെ ഒരു പലക്കായിട്ടിക്കറ് അവിടെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത്. അപ്പം ഇത് ഒരു അടിസ്ഥാനമായിട്ടിക്കറ് തൗഹീദ് ഇല്ലാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ സംബന്ധിച്ചിടത്തോളം എല്ലാ അടിസ്ഥാനവും ഇല്ലാണ്ടായിട്ട് പോണ്ടു. അവൻ്റെ ഖൽബു അശുദ്ധിയായിട്ട് പോകണ്ട. അപ്പം ഖൽബ് ശുദ്ധിയാക്കുള്ളത്തെ ഫസ്റ്റത്തെ മാർഗം അത് തൗഹീദ് സ്വീകരിക്കരുതായിട്ടിക്കറ് ചൊല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആന്റെ ആയത്തിൽ നിന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചൊന്ന ഹദീസിൽ നിന്നിട്ടും നമുക്ക് പഠിപ്പാട്ടി തൻ്റെ കെത്തെ ഒരു വിഷയമായിട്ടിക്കറ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്തിനാക്കണു തൗഹീദുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു ചൊന്നതായ എന്തെല്ലാം ഉണ്ട് ഖുർആനിൽ അത് ഞങ്ങൾക്ക് പരിശോധിക്കണം. അവിടെ എല്ലാം ഞങ്ങൾക്കിത് കാണുക സാധ്യമാവും. ഈ തൗഹീദ് വിപരീതമായെങ്കിത്തെ അതിരെ നേരെ ഓപ്പോസിറ്റായെങ്കിത്തെ ഷിർക്ക്, ആ ഷിർക്കിന്റെ വിഷയത്തിൽ എന്തെല്ലാം ചൊന്നറ അതെല്ലാം നിങ്ങൾ പരിശോധിക്കണം. ഇത് രണ്ടും പരിശോധിച്ചു നോക്കിയിട്ടായെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാ ചൊന്ന സൂറത്തു ശുഅറാഇന്റെ ആയത്തും ഈ ഇവിടെ തൗഹീദും ഷിർക്കിന്റെ വിഷയത്തിൽ ചൊല്ലിയ ആയത്തും തമ്മിൽ വലിയ ഒരു ബന്ധം നമുക്ക് കാണുക സാധ്യമാവും. അത് നിങ്ങൾ പരിശോധിച്ചെങ്കിൽ ഞാൻ 1-2 ആയത്ത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചൊന്ന നിങ്ങൾ ബാക്കിയുള്ള ആയത്ത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെച്ചു നോക്കിയിട്ടായെങ്കിൽ നിങ്ങൾക്ക് ഗൊന്താവും. അപ്പം ഇതൊരു അടിസ്ഥാന സഹോദരന്മാരെ ഞങ്ങൾ എത്ര നല്ല കാര്യമാക്കിയിട്ടും കാര്യമില്ല. ഞങ്ങൾ യാറത്തെ സ്വതക്ക കൊടുക്കുക, അതേപോലെ ഞങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങളും ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങൾ ആക്കിട്ടിക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതെല്ലാം ആക്കുന്നത് എന്തെങ്കിൽ അവന് നാളെ പരലോകത്ത് അവനക്ക് കൂലി കിട്ടണു ചൊല്ലെ ഉദ്ദേശത്തിലായിട്ടിക്കറ്. ഹജ്ജ് ആക്രാറ്, ഉംറ ആക്രാറ്, നിസ്കരിക്കാറ് എല്ലാം ആക്രാറ്. അതിന് അതിരൊട്ടികമ അങ്ങ് അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ചിട്ട് ആരാധിക്കാറ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആൾമാർക്ക് ആരാധനയിൽപ്പെട്ട ഏതെങ്കിലും ഭാഗം ഒന്നെങ്കിൽ അത് പ്രാർത്ഥന ആയിട്ടിക്കൂ, ദുആ ആയിട്ടിക്കൂ, അതല്ലെങ്കിൽ അങ്ങനെ നേർച്ചയായിട്ടിക്കൂ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഇബാദത്ത് അത് അള്ളാഹു അല്ലാത്ത ആൾമാർക്ക് അങ്ങ് കൊടുക്കുകയാണ്. എൻ്റെ മുസ്ലിം സമുദായത്തിൽ ഭൂരിഭാഗ ആൾമാരെയും മെജോറിറ്റി ആൾമാരെ അതങ്ങ് കാണേണ്ടത് ഈ രൂപത്തിലായിട്ടിക്കർ. അങ്ങ് അള്ളാഹു അല്ലാത്ത ആൾമാർക്ക് ആരാധന കൊടുക്കുന്ന രൂപത്തിലായിട്ടിക്കർ ഞങ്ങൾക്ക് കാണേണ്ടത്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കണായത് ഞങ്ങൾ എത്ര നല്ല കാര്യം ആക്കിയിട്ടും കാര്യമില്ല. ഈ തൗഹീദ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ അതെല്ലാം നിഷ്ഫലായിട്ടിക്കർ. അത് അള്ളാഹുറെ മുട്ട ഉപകാരപ്പെടാത്തതായിട്ടിക്കർ. അത് ഖുർആനിൽ അള്ളാഹു ചമ്മജാഗിൽ ചൊല്ലി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്കല്ലാത്ത എല്ലാ പാപവും അള്ളാഹു നമുക്ക് പുറത്തു തണ്ട. ഷിർക്ക് അള്ളാഹു ഒരിക്കലും നമുക്ക് പുറത്തു തരില്ല. അപ്പം അതിനർത്ഥം ഷിർക്കാക്കാത്ത ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ബാക്കി കാര്യത്തിൽ അങ്ങ് എന്തെങ്കിലും കുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങ് നാളെ പരലോകത്ത് അള്ളാഹുരെ മുട്ട എത്ര സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ സ്വീകരിക്കുക. എങ്ങനെ ചിലപ്പോൾ അങ്ങ് അള്ളാഹു പുറത്തു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങ് ആക്കിയ തപ്പുകൊല്ല ശിക്ഷ കൊടുത്തിട്ട് പിന്നെ അള്ളാഹു അങ്ങനെ രക്ഷിക്കുക. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു അങ്ങനെ സംരക്ഷിക്കുക. എന്തുകൊണ്ടിട്ട് അങ്ങ് തൗഹീദില്ലാത്ത ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എന്തെല്ലാം നല്ല കാര്യമാക്കിറാറ് അതെല്ലാം നിഷ്ഫലായിട്ടിക്കർ. അതൊന്നും അള്ളാഹുരെ മുട്ട സ്വീകരിക്കപ്പെടില്ല. അത് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയതായിട്ടിക്കർ, അത് ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പാട്ടിയതായിട്ടിക്കർ. അതുകൊണ്ട് തൗഹീദിനെ പ്രധാനമായ ലക്ഷ്യമായിട്ട് സ്വീകരിച്ചിട്ട് ആ തൗഹീദിനെ ശരിയാക്കുക ഞങ്ങൾ ഫസ്റ്റ് ശ്രമിക്കണം. റായത്ത് ആൾമാർ പലതും ചൊല്ലാറ് ഇതായിട്ടിക്കർ തൗഹീദ്, ഇതായിട്ടിക്കർ ഷിർക്ക്. അതല്ല, ഖുർആൻ എന്തൊരു ചൊല്ലു തൗഹീദിന്റെ വിഷയത്തിൽ, ഷിർക്കിന്റെ വിഷയത്തിൽ ഖുർആൻ എന്തൊരു ചൊല്ലു. നാണ് ആക്കരുത്, അല്ലെങ്കിൽ നാണ് ഓതരുത്, നാ പഠിക്കരുത്, അല്ലെങ്കിൽ നാ ചൊല്ലത് ഇത് തൗഹീദിനൊട്ടിಗೆ യോജിக்கிறതാ അല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായതാ, അത് പഠിച്ചിട്ട്
ಅದಕ್ಕನುಸರಿച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക ഞങ്ങൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.